ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചുരിദാറിലും അതുപോലെ തന്നെ സാരി ബ്ലൗസിലും ഒക്കെ വെക്കാൻ പറ്റാവുന്ന ഒരു ഫാഷനാണ് ഇത്. ഈ ഒരു ഫാഷൻ വർക്ക് നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടി എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ബീഡ്സ് വർക്ക് വെക്കുന്നുണ്ടെങ്കിൽ അതിനോട് കൂടെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗി ഉണ്ടാവുക നമുക്ക് ചുരിദാറിൻ്റെ ബാക്ക് നെക്ക് ഇറക്കി വെട്ടുമ്പോൾ, അതുപോലെ തന്നെ സാരി ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് കുറച്ച് ഡീപ്പ് നെക്കിനാണ് കേട്ടോ കൂടുതൽ ഇത് ഭംഗിയായിട്ട് വരിക. അപ്പോൾ ഈ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു മെറ്റീരിയൽ കുറച്ച് എന്താ പറയുക, കോട്ടൺ മെറ്റീരിയൽ അത്ര നല്ലതല്ല എന്ന് ഞാൻ പറയുള്ളൂ. അതുപോലെ നല്ല കട്ടി കൂടിയ മെറ്റീരിയൽ ആണെങ്കിലും അത് അത്ര നല്ലതല്ല. പിന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടും സിൽക്ക് പോലത്തെ മെറ്റീരിയലായിരിക്കും കൂടുതൽ സ്യൂട്ടായിട്ട് മാറുക. അപ്പോൾ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുക്കുന്ന പീസ് എന്ന് പറയുന്നത് നമ്മളൊരു ക്രോസ് ഇട്ടിട്ട് വേണം നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ എടുക്കുമ്പോഴാണ് ഇതിനകത്ത് കുറച്ചും കൂടിയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ക്രോസ് ആയിട്ട് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പെർഫെക്ഷൻ നമ്മളത് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇത് ചെയ്യാൻ പറ്റാവുന്നതാണ്. പക്ഷേ ഇത് ക്രോസ് ഇട്ടിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ പെർഫെക്റ്റ് കിട്ടുക. നമുക്ക് ആ ഒരു ചെയ്ത വർക്കിന് കൂടുതൽ ഫിനിഷിങ് തോന്നിപ്പിക്കുക നമ്മൾക്ക് ക്രോസ് ഇട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ 1.5 ഇഞ്ചാണ് നമ്മളതിന് എടുത്തിരിക്കുന്ന ഒരു അളവ് എന്ന് പറയുന്നത്, മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മളൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ക്രോസ് ആയിട്ടാണ് എടുത്തത്. നമ്മൾ അത് ക്രോസ് ആയിട്ട് എടുക്കുമ്പോൾ സ്ക്വയറിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചെരിച്ചാൽ മതി. അപ്പോൾ കോണോട് കോൺ എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ആയിട്ട് കിട്ടി. ഓക്കെ, നമ്മൾ 1.5 ഇഞ്ച് വീതി എടുത്തിരിക്കുന്നത്. 2 സൈഡ് ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഏപ്പ് വെച്ചിട്ട് വീണ്ടും നമുക്ക് എത്രത്തോളം നീളം കൂട്ടണമെങ്കിലും അതിനനുസരിച്ച് നമുക്കത് ഏപ്പ് വെച്ചിട്ട് നമുക്ക് കൂട്ടാം. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഒരു ഡെമോ കാണിക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അധികം നീളം എടുത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ ഇനി അത് തയ്ച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾക്കത് എത്ര വീതിക്കാണ്, ഒരു ചവിട്ടിയുടെ വീതിക്കാണ് തയ്ച്ചെടുക്കുന്നത് നല്ലത്. അതിനേക്കാളും കുറവാണെങ്കിൽ തയ്ച്ചെടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് ഭംഗി കൂടുതൽ കിട്ടുകയും ചെയ്യും. പക്ഷേ നമ്മളൊരു ചവിട്ടിയുടെ വീതിക്കാണ് നമ്മളിത് തയ്ച്ചെടുക്കണം കേട്ടോ. ഒരു ചവിട്ടിയുടെ വീതിക്ക് മുകളിൽ എടുക്കുന്നത് അത്ര ഭംഗി ഉണ്ടാവില്ല. ഒരു കുറച്ച് 1/4 ഇഞ്ച്, അപ്പോൾ ഒരു 1/4 ഇഞ്ചൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് തയ്ച്ചെടുക്കട്ടെ. പിന്നെ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ അത് മുകൾ ഭാഗം കെട്ടിട്ട് തയ്ച്ച് നിർത്തണം. അതുപോലെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് എൻഡിങ്ങിലും അതുപോലെ കെട്ടിട്ടിട്ട് തന്നെ തയ്ച്ച് നിർത്തണം കേട്ടോ. നമ്മുടെ വീഡിയോ ഒരു ഓപ്പോസിറ്റ് വേയിൽ തോന്നും, അത് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ടാണ്. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടായിട്ടും തോന്നുന്ന രീതിയിൽ വരുന്നത് നമ്മൾ ഫ്രണ്ട് ക്യാമറ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ അത് 2 ഭാഗത്തും കെട്ടിട്ട് തയ്ച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് തയ്ച്ച ശേഷം നമുക്ക് ബാലൻസ് നിൽക്കുന്നതൊക്കെയുണ്ടല്ലോ, അത് അരിയേഴ്സ് ആയുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാം. നമ്മളിപ്പോൾ എത്രത്തോളം നമുക്ക് ഒതുക്കിയെടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയോ അതിന് ശേഷം ബാലൻസ് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ തയ്യൽ തുമ്പൊന്നും അതിൻ്റെ ഉള്ളിൽ നിർത്തേണ്ട ആവശ്യമില്ല. അത് നിർത്തുമ്പോൾ അത് നമുക്ക് ഭംഗി കുറയും. ഒരു നൂലിക്ക് നിർത്തിയിട്ട് ബാലൻസ് മൊത്തം കട്ട് ചെയ്ത് കളയണം. ഒരു നൂലിക്കേ നിർത്തേണ്ടതുള്ളൂ. നമ്മൾ തയ്ച്ച സ്റ്റിച്ചിൻ്റെ ഒരു നൂലിക്ക് അപ്പുറത്തേക്ക് നിൽക്കാൻ പാടുള്ളൂ. അതിന് ശേഷം അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾ കട്ട് ചെയ്ത് കളയാം. എന്ന ശേഷം നമ്മൾ ഇനി എടുക്കുന്നത് ഒരു ഈർക്കിളിയാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഒരു ഈർക്കിളി മാത്രമേ ആവശ്യമുള്ളൂ. അതാണ് ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നൂലിട്ടിട്ട് തയ്ക്കുമ്പോൾ പലപ്പോഴും ആ നൂല് പൊട്ടുകയും പിന്നെ അത് തിരിക്കാൻ പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും എളുപ്പമായി തോന്നിയത്. എന്നിട്ട് ശേഷം ആ തെറ്റുഭാഗത്തിന് ഒന്ന് ഉള്ളിലേക്ക് ആ നൂല് വെച്ച് നമ്മുടെ ഈർക്കിളി എടുത്തിട്ട് ആ തെറ്റുഭാഗത്ത് ഒന്ന് അമർത്തി അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. എന്ന ശേഷം നമ്മൾ അതിനെ കുറച്ച് നമ്മൾ കൈകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ഉള്ളിലേക്ക് കടത്തിയെടുക്കണം. നമ്മൾ ആദ്യമേ ആ ഒരു പോയിൻറ്റിനെ നമ്മൾ വെച്ചു. ആ സൈഡ് ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്താണ് നമ്മൾ ആ ഈർക്കിളി കൊണ്ട് അമർത്തിയത്. അതിന് ശേഷം നമ്മൾ അതിനുള്ളിലേക്ക് കുറേശ്ശായിട്ട് ഉള്ളിലേക്ക് കടത്തി വെച്ച് കൊടുക്കുക. ഇങ്ങനെ കടത്തി വെച്ച് കൊടുത്ത് ഈർക്കിളി നമുക്ക് പുറത്തേക്ക് വരുന്ന സമയത്ത് കണ്ടില്ലേ, ഇപ്പോൾ ഈർക്കിളി നമുക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആദ്യത്തെ തയ്ച്ചത് അതിന് ശേഷം അതിൻ്റെ ഈർക്കിളി കുറച്ച് പുറത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് അതിന് ശേഷം ഈ ഈർക്കിളി അഴിച്ചെടുക്കാം. ഈർക്കിളി പുറത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുഴുവനും അതിലേക്ക് ചുരുട്ടി വെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഇനി അത് ഈർക്കിളി അഴിച്ച് മാറ്റാം. അതിന് ശേഷം നമുക്ക് കൈകൊണ്ട് വെറുതെ വലിച്ചു വിട്ടാൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഇത് കോട്ടൺ മെറ്റീരിയലൊക്കെ ആകുമ്പോൾ നമുക്കത് അത്ര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റില്ല. പോളിസ്റ്റർ സിൽക്ക് മെറ്റീരിയലാണ് ഇത് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് വരിക. കോട്ടണൊക്കെ ആകുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വേണം ചെയ്യേണ്ടി വരാൻ കേട്ടോ. അപ്പോൾ അത് കൂടുതൽ എന്താ പറയുക, വല്ലാണ്ട് കുറവാണ് സ്റ്റിച്ചിങ്
അകലം വരുമ്പോൾ തിരിച്ച് ഇടാനായിട്ട് ഇത്തിരി പ്രയാസം വരും. ഇത് പോളിസ്റ്ററൊക്കെ ആണെങ്കിൽ എത്രത്തോളം കനം കുറച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ചെടുത്താൽ നമ്മുടെ ഈ വള്ളി ഭയങ്കര ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. നമുക്ക് ഉരുട്ടി അടിച്ചതുപോലെ കിട്ടും. കണ്ടില്ലേ, കുറച്ച് ഒരു ഉരുണ്ട ഒരു വടി നിൽക്കണ പോലെ ഉരുണ്ട വടി പോലെ തന്നെ നിൽക്കണില്ല. അത് നല്ല രസമുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വെച്ചാൽ ഒരുപാട് ഫാഷൻ ഡിസൈനിങ് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്കിന് ഒരുപാട് ഡിസൈൻ ചെയ്യാനും ഇതെടുക്കാൻ പറ്റും. സാരി ബ്ലൗസിനും അതുപോലെ ഡിസൈൻ ചെയ്യാൻ, നെക്ക് ഡിസൈൻ ചെയ്യാൻ ഇതെടുക്കാം. ബാക്ക് നെക്ക് ഡിസൈൻ ചെയ്യാൻ ഇതെടുക്കാൻ പറ്റും. പല രീതിയിൽ നമ്മുടെ ഐഡിയ അനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റും ഓരോരോ കാര്യങ്ങൾ. അല്ല ഇനിയിപ്പോൾ ഐഡിയ അനുസരിച്ച് ഇത് വെച്ചിട്ട് ഇങ്ങനത്തെ വള്ളി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഐഡിയകൾ അനുസരിച്ച് വരുന്നില്ല എങ്കിൽ നമുക്കൊരു കുഞ്ചലം ഉണ്ടാക്കാമെന്ന് പറയില്ലേ. അപ്പോൾ ഡീപ്പ് നെക്ക് വെക്കുമ്പോൾ നമുക്ക് കുഞ്ചലം കെട്ടുമ്പോഴാണ് കൂടുതലും ബാക്ക് നെക്ക് ഫിനിഷിംഗ് ആയി നിൽക്കുകയും ചെയ്യുക. ഷോൾഡർ ഇടിഞ്ഞ് വീഴാതിരിക്കാനും അത് നമുക്ക് ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഷോൾഡർ ഇടിഞ്ഞ് വീണ ഒരു ചുരിദാറോ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു സാരി ബ്ലൗസോ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഇതുപോലത്തെ ഒരു വള്ളി ഉണ്ടാക്കിയിട്ട് ഒരു കുഞ്ചലം കെട്ടി വെക്കുകയാണെങ്കിൽ അത് ആ ഷോൾഡർ ഇടിഞ്ഞ് വീഴുന്ന ഒരവസ്ഥ, ഷോൾഡറിൽ നിന്ന് നമുക്ക് നമ്മുടെ കൈയുടെ ഭാഗത്തേക്ക് താഴത്തേക്ക് ഇറങ്ങി വീഴില്ലേ, അങ്ങനെ വരുന്ന സാരി ബ്ലൗസോ അതുപോലെ ചുരിദാറോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബാക്കിലൊരു വള്ളി വെച്ച് കെട്ടി കൊടുത്ത് വെക്കും. അപ്പോൾ ഇതുപോലെ ഒരു കുഞ്ചലം വെച്ച് അതൊരു ഫാഷൻ ആവുകയും ചെയ്യും. നമുക്ക് ഷോൾഡർ നല്ല പെർഫെക്റ്റിൽ നിൽക്കും, നീറ്റായിട്ട് ഫിനിഷിങ്ങോട് കൂടി തന്നെ നിൽക്കും. ആ ഡ്രസ്സ് കാണുമ്പോൾ നല്ല ലുക്ക് ഉണ്ടായിരിക്കും. പിന്നെ ഇതിങ്ങനെ വള്ളി വെക്കുമ്പോൾ ഒരു മോഡൽ പോലെ ആവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് കോണോട് കോൺ രീതിയിൽ മടക്കി എന്നിട്ട് നമ്മളൊരു എല്ല് ഷേപ്പ് പോലെയാണ് നമ്മളിപ്പോൾ ഇത് തയ്ച്ചെടുക്കുന്നത്. ഓക്കെ, ഒരു എല്ല് ഷേപ്പ് പോലെയാണ് തയ്ച്ചെടുക്കുന്നത്. നമ്മുടെ ആ വള്ളി ഉണ്ടല്ലോ, നമ്മളിതിപ്പോൾ തയ്ച്ചാൽ ഇത്തിരി അങ്ങോട്ട് വള്ളിയുടെ മുകളിലേക്ക് കയറി, അതുകൊണ്ട് ഇത്തിരി ഒരു ഭംഗി കുറവ് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ ആ വള്ളിയുടെ അവിടേക്ക് കടക്കരുത്, വള്ളിയുടെ തൊട്ടപ്പുറത്തേക്ക് നിൽക്കണം, ഒരു നൂലിക്ക് അപ്പുറത്തേക്ക് നിന്നിട്ട് വേണം തയ്ച്ച് വരാൻ കേട്ടോ. വള്ളിയമ്മയ്ക്ക് കയറരുത്. നമ്മളൊരു സൈഡ് ഭാഗം തയ്ക്കില്ലേ, സൈഡിൽ നിന്ന് ഇപ്പോൾ ഈ തയ്ച്ച് വരുന്ന ഭാഗം വള്ളിയമ്മയ്ക്ക് കയറരുത്. ഇപ്പോൾ നിർത്തിയ പോയിന്റ് വള്ളിയമ്മയ്ക്ക് കയറരുത്, അതിന് തൊട്ട് ഇപ്പുറത്തേക്ക് നിൽക്കണം. എല്ല് ഷേപ്പ് എടുക്കുമ്പോൾ അത് വള്ളിയമ്മയ്ക്ക് കടക്കരുതെന്നേ പറഞ്ഞുള്ളൂ. അതിന് ശേഷം തയ്ച്ച ശേഷം നമുക്ക് ബാലൻസ് വരുന്ന അരിയേഴ്സ് വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മൾ ആദ്യമേ എടുത്തതിൽ അളവ് ഇപ്പോൾ ഈ ഒരു സ്ക്വയർ പീസ് എടുത്തത് അളവ് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. തയ്ച്ചതിന് ശേഷം നമുക്കിതുപോലെ ആവശ്യമുള്ള വീതി എടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് കളയാം. വേണമെങ്കിൽ നമുക്ക് ഈ വായുടെ ഭാഗം നമുക്ക് വേണമെങ്കിൽ വീതി കൂട്ടിയെടുക്കണമെങ്കിൽ കുറച്ചും കൂടി നീട്ടി എടുത്താൽ മതി. എൽ ഷേപ്പിൻ്റെ ഭാഗം, വായുടെ ഭാഗം നമുക്ക് എത്രത്തോളം വൈഡ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടിയെടുക്കാം കേട്ടോ. ഇത് ഞാൻ ചെറുതാക്കി എടുത്തിട്ടുള്ളൂ. എൽ ഷേപ്പ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വൈഡ് കൊടുക്കാം. ഓക്കെ, 90 ഡിഗ്രിയുടെ മുകളിൽ അപ്പുറത്തേക്ക് കിടക്കുന്ന രീതിയിൽ. അപ്പോൾ അത് വൈഡ് എന്ന് ഉദ്ദേശിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിത് തിരിച്ചിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ വായവട്ടത്തിൻ്റെ ഭാഗം ഇത്തിരി കുറവാണ്. അത് നമുക്ക് വേണമെങ്കിൽ ആ ബാലൻസ് ഉണ്ടായിരുന്നു ആ തുണിയിൽ, അപ്പോൾ അതിനനുസരിച്ച് നീക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ ഭംഗി ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ചുരിദാറിലും അതുപോലെ തന്നെ സാരി ബ്ലൗസിൽ ഈ ഡിസൈൻ ചെയ്ത് നോക്കി നോക്കുക. വള്ളി വെക്കുന്നത് വളരെ ഭംഗി കൂടും. മാത്രമല്ല നമ്മളിത് വള്ളി വെക്കുമ്പോൾ വളരെ ചെറിയ നെക്ക് ഇറക്കം, നെക്ക് വിടുത്ത് നെക്ക് വിടുത്തല്ല, നെക്ക് ഡെപ്ത് നമുക്ക് ഇറക്കം കുറച്ച് കൂട്ടിയെടുക്കണം. സാധാരണയെക്കാട്ടിലും ഒരു സ്വല്പം കൂട്ടിയെടുത്താലാണ് നമുക്കിത് വെക്കുന്നതിൽ ഒരു ഭംഗി വരുള്ളൂ. അല്ലായെങ്കിൽ നമുക്കത് വള്ളി വെക്കുമ്പോൾ അത്രയും ഫിനിഷിങ്ങും ഭംഗിയും തോന്നിക്കില്ല. അപ്പോൾ നിങ്ങളത് വള്ളി വെക്കാൻ ഉദ്ദേശിക്കുന്നതൊക്കെയും കുറച്ച് ഡീപ്പായിട്ടുള്ള നെക്കായിരിക്കണം കേട്ടോ എടുക്കുന്നത്. സാരി ബ്ലൗസിനും ഇത് ചെയ്യാം, അതുപോലെ തന്നെ ചുരിദാറിൻ്റെ ബാക്കിലും ഇത് ചെയ്യാം. പിന്നെ ചുരിദാറിൻ്റെ ഫ്രണ്ടിലും ഇപ്പോൾ മോഡൽസ് ഇടുന്നതിനനുസരിച്ചും ആളുകൾ ഇതുപോലെ വള്ളി വെക്കുന്നുണ്ട്. അതിനിപ്പോൾ ഇതുപോലത്തെ വള്ളി തന്നെ വെക്കണമെന്നില്ല. നിങ്ങൾക്ക് ഡോറിലോപ്പ് പോലത്തെ വള്ളി വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് ഇതേപോലെ ഒരു കുഞ്ചലം അടിഭാഗത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫാഷനബിളായിട്ടോ. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് അങ്ങനെ പഠിക്കണം എന്നൊന്നുമില്ല. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, നമ്മുടെ ഈ വായവട്ടം ഇത്തിരി ചെറുതായി പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഭാഗം നമ്മൾ കുറച്ച് കൂടുതലെടുത്തോളൂ കേട്ടോ. പിന്നെ ആ വള്ളിയുടെ ഭാഗത്തേക്ക് എൽ ഷേപ്പ് എത്തിക്കേണ്ട, അതുകൊണ്ട് അവിടെ ഒരു പിടുത്തം വന്ന പോലെ കുറച്ച് കുറവുണ്ട് കേട്ടോ. ആ ഭാഗത്ത് കുറച്ച് പിടുത്തം വന്ന പോലെ വന്നുകൊണ്ട് ഇത്തിരി നിങ്ങളെടുക്കുമ്പോൾ ഇത്തിരി ആ എൽ ഷേപ്പ് ഒന്ന് ഒത്തിരി വൈഡാക്കി എടുത്തോളും. അപ്പോൾ കൂടുതൽ ഫിനിഷിംഗ് ആയി കിട്ടും. നമ്മൾ ചെറിയ രീതിയിലാണ് കേട്ടോ പിന്നെ വായവട്ടം എടുത്തിരിക്കുന്നതും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്